ഹായ് ആൾ, ജെസ്സി ടീച്ചറാണ്. ലൂമിനസ് ലിയോസിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. ഓക്കെ, നമ്മൾ ഈ വർഷം സ്കൂളിൽ ഒരു പുതിയ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? യെസ്, അവതാർ. ഓക്കെ, അപ്പോൾ അവതാർ നമ്മൾ വളരെ സക്സസ്ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഗ്രേഡ് അതിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയാം. ഓക്കെ, ഇനി ലൂമിനസ് ലിയോസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ക്ലാസ് റൂമിൽ ഓരോ കുട്ടികളുടെയും അവതാറിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ മില്ലറ്റ്സിൻ്റെ മാത്രം ഗ്രേഡിൽ വളരെ ലോ ആയിട്ടിരിക്കുന്ന കണ്ടു. എന്തുകൊണ്ടായിരിക്കും? യെസ്, ഐ നോ. മില്ലറ്റ് കഴിക്കുന്ന സമയത്ത് നമുക്കത് ടേസ്റ്റ് വൈസ് നമുക്ക് ആർക്കും തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അത് ടേസ്റ്റ് വൈസ് നമുക്ക് കുറച്ച് താല്പര്യക്കുറവ് വരുന്ന ഒരു സംഭവമാണ്. നമ്മൾ മറ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ അത്രയും ഒരു ടേസ്റ്റിലേക്ക് ഇത് വരില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഏത് പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ലൂമിനസ് ലിയോസും ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷനായി മുന്നോട്ട് വരികയാണ്. ഇന്ന് നമുക്ക് മില്ലറ്റ്സ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എങ്ങനെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ട്രിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളൊരു ഫുഡ് ഐറ്റം കുക്ക് ചെയ്ത് കാണിക്കുകയാണ്. അതിൽ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റം ഫിംഗർ മില്ലറ്റ് ബിരിയാണിയാണ്. ഫിംഗർ മില്ലറ്റ് സേമിയ ബിരിയാണി. ഓക്കെ, അപ്പോൾ സേമിയ ബിരിയാണി എല്ലാവരും കഴിച്ച് കാണും. അത് ഫിംഗർ മില്ലറ്റ് സേമിയ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിംഗർ മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. കാൽഷ്യം റിച്ച് ആണ്. അതുപോലെ അനീമിക് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അത് ഒരുപാട് ഗുണം ചെയ്യും. തുടർച്ചയായിട്ട് നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വീക്ക്ലി ഒരു 2 times ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് ഇത് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിംഗർ മില്ലറ്റ് സേമിയ ബിരിയാണി കുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് വാച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിംഗർ മില്ലറ്റ് സേമിയ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾക്ക് വേണ്ടത് ബിരിയാണി കുക്ക് ചെയ്യാനായിട്ടുള്ള നെയ്യ്, അതുപോലെ ഓയിൽ. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒലീവ് ഓയിലാണ്, ഒന്നുകൂടെ ഹെൽത്തി ആവാനായിട്ട്. ഓക്കെ, അതുപോലെ കാഷ്യൂ, സിനമൺ, ക്ലോവ്സ്, കാർഡമം, പിന്നെ സോൾട്ട്, പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ ഓണിയൻ, ചോപ്ഡ് ടൊമാറ്റോ, പിന്നെ നമുക്ക് അത്യാവശ്യം വെജിറ്റബിൾസ് വേണം. ക്യാരറ്റ്, ബീൻസ്, പീസ്, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ളത് എന്ത് വേണേലും ഇടാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ മല്ലിയില, കറി ലീവ്സ്, പിന്നെ പച്ചമുളക്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഫിംഗർ മില്ലറ്റ് സേമിയ. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ, ഒരു അത്യാവശ്യം വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് നമുക്ക് സേമിയ ഒരു ജസ്റ്റ് 1 minute കുക്ക് ചെയ്തെടുക്കാനുണ്ട്. കുക്ക് ചെയ്ത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മളുടെ വെള്ളം ബോയിലായിട്ടുണ്ട്, തിളച്ച് വരാൻ തുടങ്ങി. അതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളുടെ ഒലീവ് ഓയിലും കൂടെ 1 സ്പൂൺ. ഇത് നമ്മുടെ സേമിയ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് 1 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു 1 minute കുക്ക് ചെയ്ത് മാറ്റാം. ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ജസ്റ്റ് സേമിയ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ഇത് കുക്കായിട്ടുണ്ട്. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾക്കിത് ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഊർന്ന് താഴത്തേക്ക് പോകട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലൊരു കടായി ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ ചൂടാക്കാം. ഓക്കെ, പാത്രം ചൂടാവട്ടെ.
ചൂടായി വന്നാൽ നമുക്ക് ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് യു ക്യാൻ യൂസ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒലീവ് ഓയിൽ തന്നെ വേണമെന്നില്ല. ഒലീവ് ഓയിൽ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാഷ്യൂസ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ളത് പട്ട. ഇതുപോലെ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഗ്രാമ്പൂ, ഏലക്കായ, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ല് വരും. സ്മെല്ല് വരുന്നില്ലേ? സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻ ഒരു 2 മീഡിയം സൈസ് ഓണിയൻ മതിയാവും. ഇത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓണിയൻ സോട്ടായി വന്നിട്ടുണ്ട്. ഓണിയൻ സോട്ടായി വന്നാൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ ആഡ് ചെയ്യാം. ഓക്കെ, ക്രഷ് ചെയ്താലും മതി, പേസ്റ്റ് ആക്കി എങ്ങനെ വേണേലും ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ നമ്മുടെ ഡിഷിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പച്ചമുളക് ഒരു 2 എണ്ണം ആഡ് ചെയ്യാം. പച്ചമുളക് ഇടുക. നെക്സ്റ്റ് നമുക്ക് വെജീസൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ക്യാരറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ കളർഫുൾ ആവാനായിട്ട് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഗ്രീൻ കളറിനായിട്ട് നിങ്ങൾക്ക് പീസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ബീൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതുവരേക്കും നമ്മൾ സോൾട്ട് കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഫിംഗർ മില്ലറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആഡ് ചെയ്തായിരുന്നു. അതുപോലെ സവാള സോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആഡ് ചെയ്തായിരുന്നു. ഇനി ബാക്കി കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പാകത്തിന് നോക്കി കുറച്ചും കൂടെ സോൾട്ട് ആഡ് ചെയ്യാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് വെജീസ് എല്ലാം ഒന്ന് സോട്ട് ആവട്ടെ. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ വെജീസൊക്കെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നമുക്ക് അധികം മസാലാസൊന്നും ഇതിന് ആവശ്യമില്ല. മഞ്ഞൾപ്പൊടിയും ഗരം മസാല, നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഗരം മസാലയാണിത്. ഇതും കൂടെ ഒന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മതിയാവും. 1/2 ടീസ്പൂൺ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ കരിയാതെ നമ്മളൊന്ന് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാം. നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ടൊമാറ്റോ നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോയുടെ
വെള്ളം ഇതിലേക്ക് ആയാൽ നമ്മുടെ മസാലാസ് ഒന്നും മൂത്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായി മൂത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇതിലൊരു 2 ടൊമാറ്റോ ഉണ്ട് മീഡിയം സൈസ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് ലീവ്സ് ആഡ് ചെയ്യാം. മല്ലിയില, പിന്നെ നമ്മുടെ കറിവേപ്പില. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സമയത്ത് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് നെയ്യ് ചേർക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ നമുക്ക് ഫ്ലേവർ നന്നായി കിട്ടും. ഓക്കെ, നെയ്യിൽ നമ്മുടെ വെജീസ് ഒന്നുകൂടെ ഒന്ന് സോട്ടായി വന്നാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ ഫിംഗർ മില്ലറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി സൂക്ഷിച്ച് ഇളക്കി മിക്സ് ചെയ്യാം, ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു ജസ്റ്റ് 2 മിനിറ്റ്സ് ഒന്ന് ഇങ്ങനെ അമർത്തി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിംഗർ മില്ലറ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിച്ചു നോക്കണം. മാത്രമല്ല, ഈ ഒരു ഫിംഗർ മില്ലറ്റ് ബിരിയാണിയിൽ ഒതുങ്ങുന്നില്ല. ഇനിയും ലൂമിനസ് ലിയോസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഓരോരോ ഡിഷസുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ.